ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ 2025 നമ്മളെ കൈവിട്ട് പോവുകയാണ്. ഇനി ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കയറുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പം പുതിയ വർഷത്തിൽ നമ്മൾ പുതിയ ഓരോ പരിപാടികൾ തുടങ്ങാനായിട്ട് ശ്രമിക്കുക. അപ്പം നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് നമ്മൾ പ്രാവർത്തികമാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളത് നന്നായിട്ട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഓരോന്നും നടക്കുകയുള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയ കൃഷികളൊക്കെയാണ്. നമുക്ക് പുതിയ കൃഷിയിലോട്ട് പോകാം, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ജനുവരി മാസത്തിൽ എന്തൊക്കെ കൃഷി ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ. അപ്പം ഇത്രയും കാലമൊക്കെ നമ്മൾ നന്നായിട്ട് കൃഷി ചെയ്തു, എല്ലാവരും നല്ല ആരോഗ്യത്തോടൊക്കെ ഇരിക്കുന്നുവെന്ന് തന്നെ വിചാരിക്കുന്നു. ഇനി പുതിയ വർഷത്തിലും നല്ല ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും എല്ലാവരും ഇരിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ കൊച്ചു കൊച്ചു കൃഷികളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികളൊക്കെ നമ്മൾ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പം നമ്മുടെ അലസതയൊക്കെ ഒന്ന് മാറ്റി നല്ല ഉന്മേഷത്തോടുകൂടി നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും കൂടെ രാവിലെ ഒരു മണിക്കൂർ, വൈകുന്നേരം ഒരു മണിക്കൂർ ഒക്കെ ചിലവഴിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാനും അതേപോലെ തന്നെ നമുക്ക് ഉഷാറായിട്ടിരിക്കാനും നല്ല വിഷമില്ലാത്ത പച്ചക്കറികളൊക്കെ കഴിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചീരവർഗ്ഗത്തിൽപ്പെട്ട എല്ലാ പച്ചക്കറികളും എല്ലാ ഇലവർഗ്ഗങ്ങളും നട്ടുപിടിപ്പിക്കാവുന്ന ഒരു കാലാവസ്ഥയാണ് ഇപ്പോഴുള്ളത്. പിന്നെന്ന് പറഞ്ഞാൽ വെള്ളം അത്യാവശ്യമാണ്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, നല്ല ഉണക്കാണ്, കിണറ്റിലെ വെള്ളമൊക്കെ പറ്റുന്ന സമയമാണ്. ആ ഷോർട്ടേജൊക്കെ നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളമൊക്കെ അമൂല്യമാണ് എന്നുള്ള ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. ഇപ്പോൾ കിച്ചണിലൊക്കെ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന വെള്ളം സൂക്ഷിച്ച് വെച്ചിരുന്നിട്ട് നമ്മുടെ പച്ചക്കറികൾക്ക് അതങ്ങനെ വാഴക്കൃഷിക്ക് ഒക്കെ നമ്മൾ കൊണ്ടൊഴിക്കാമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുകയില്ല. നമ്മുടെ പച്ചക്കറി കൃഷികളും നന്നായിട്ട് വരുന്നതായിരിക്കും. ഇപ്പം ഇലവർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ പൊന്നാങ്കണ്ണി ചീര, അതുപോലെ മയിൽപ്പീലി ചീര, സുന്ദരി ചീര, ചെമ്പട്ട ചീര, വളാത്താങ്കര ചീര, അങ്ങനെ പിന്നെ പാൽച്ചീര, സുന്ദരിച്ചീര, ഇങ്ങനെ പല ടൈപ്പിലുള്ളതായ ചീരകളുണ്ട്. അത് ഇഷ്ടപ്പെട്ട ഏതെങ്കിലുമൊക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കുകയെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയിൽ നമുക്കൊരു 3 ദിവസമെങ്കിലും ഇലക്കറികളൊക്കെ കഴിക്കാനായിട്ട് സാധിക്കും. അടുത്തതെന്ന് പറഞ്ഞാൽ വഴുതന കൃഷിയാണ്. വഴുതനയും നമുക്ക് നന്നായിട്ട് ചെയ്യാവുന്നൊരു കാലാവസ്ഥയാണ്. ഇപ്പം വഴുതനയിലൊക്കെ ഉണ്ടാകുന്ന ദ്രുതവാട്ടമുണ്ട്, അതുപോലെ പിന്നെ അതിൻ്റെ ചെവിട് ചീഞ്ഞു പോകുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ അതിനെല്ലാം നമ്മൾ തുടക്കം മുതലേ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വഴുതന കൃഷി നമുക്ക് നന്നാക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ പിന്നെ വിത്തൊക്കെ ഇടുന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ തൈയൊക്കെ മാറ്റി നടുമ്പോൾ അതിനകത്ത് ഡോളോമൈറ്റോ അല്ലെങ്കിൽ കുമ്മായമോ ഇട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ഡോളോമൈറ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ നമുക്ക് കൃഷി ചെയ്യാം. അതല്ല കുമ്മായം ഇടുകയെന്നുണ്ടെങ്കിൽ 15 ദിവസമെങ്കിലും അല്ലെങ്കിൽ ഒരു 10 ദിവസമെങ്കിലും മിനിമം ഇട്ടതിന് ശേഷം വേണം നമ്മൾ കൃഷിയൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അത് നല്ലോണം കൊത്തി ഇളക്കിയതിന് ശേഷം അതിനകത്ത് നമുക്ക് ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക് ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇച്ചിരി എല്ലുപൊടിയൊക്കെ ഇടുകയെന്നുണ്ടെങ്കിൽ അതിനകത്തോട്ട് നമുക്ക് തൈയൊക്കെ പറിച്ച് നടാവുന്നതാണ്. അപ്പം പിന്നെന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ നമ്മൾ വിവേറിയ സ്പ്രേ ചെയ്യുക, അതുപോലെ സൂഡോമോണസ് ഉണ്ടെങ്കിൽ അത് സ്പ്രേ ചെയ്യുക. ഇതൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൃഷിക്ക് ഉണ്ടാകുന്നതായ വേര് ചീയലും അതുപോലെ മണ്ടയ്ക്ക് ഉണ്ടാകുന്നതായ ദ്രുതവാട്ടമൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും കൃഷി ചെയ്തിട്ടുണ്ട്. എന്താണ് കോളിഫ്ലവർ, ക്യാബേജ്, ബ്രൊക്കോളി ഇങ്ങനെയുള്ളതായ ശീതകാല പച്ചക്കറികളൊക്കെ. അപ്പോൾ അതിന് നല്ലതുപോലെ മണ്ണൊക്കെ അടുപ്പിച്ച് കൊടുക്കുക. വളമൊക്കെ രീതിയൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ശീമക്കൊന്നയുടെ ഇലയൊക്കെ അതിൻ്റെ ചുവട്ടിൽ കൊടുത്തിട്ട് അതിന് തണുപ്പൊക്കെ ഒന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതിനകത്ത് നമ്മുടെ ജൈവ സ്ലറി, ഇങ്ങനെ സ്ലറി ആയിട്ടുള്ളതൊക്കെ ഒഴിച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഹെഡൊക്കെ വിരിയുകയും നമുക്ക് വിളവെടുക്കാനായിട്ടും സാധിക്കും. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ തക്കാളി കൃഷിയാണ്. തക്കാളി നന്നായിട്ട് നമുക്ക് ഈ ശീതകാലത്ത് നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമ്മുടെ കിച്ചണിലെ വേസ്റ്റുകൾ ഒക്കെ നമ്മളൊരു ഡ്രമ്മിൽ കൊണ്ടിട്ട് അതിനകത്ത് വെള്ളമൊക്കെ ഒഴിച്ചിട്ടിരുന്നിട്ട് ആ വെള്ളം നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് നമ്മുടെ തക്കാളിക്ക് ഒഴിക്കുക എന്നുണ്ടെങ്കിൽ തക്കാളിക്ക് ഒരു കീടബാധയും ഇല്ലാതെ നമുക്ക് തക്കാളിയൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ പച്ചക്കറികളും കൃഷി ചെയ്യാൻ പറ്റിയൊരു സമയമാണ് ഈ സമയം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ പിന്നെ വെള്ളമൊക്കെ ഒഴിക്കാനും അതേപോലെ തന്നെ നന്നായിട്ട് കെയർ കൊടുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ജനുവരി മാസം, ഫെബ്രുവരി മാസം ഈ വേനൽക്കാലത്ത് വലിയ കീടങ്ങളുടെ ശല്യമൊന്നും ഇല്ലാതെ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ശ്രദ്ധ അതിനകത്ത് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഇപ്പം പടവലം, പാവൽ ഇതൊക്കെ അങ്ങോട്ട് കൃഷി ചെയ്യാനുണ്ടെങ്കിലുണ്ടല്ലോ കായ്ച്ചയുടെ ശല്യമൊന്നും ഇല്ലാതെ നന്നായിട്ട് നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് പയറ് കൃഷിയും നന്നായിട്ട് നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ തടമൊക്കെ നന്നായിട്ട് ഒരുക്കിയതിന് ശേഷം എപ്പോഴും അവിടെ കുറച്ച് ഈർപ്പം ഉണ്ടെങ്കിൽ മാത്രമേ
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കൃഷിയൊക്കെ നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു നേരം നമ്മൾ വെള്ളം ഒഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ തറയൊക്കെ നല്ല പാറക്കല്ല് പോലെ അങ്ങ് ഉറച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വളം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ആ തറയും ഒന്ന് കൊത്തിക്കിളച്ച് കൊടുക്കാമെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നല്ലതുപോലെ വായുസഞ്ചാരം ഉണ്ടാവുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മുടെ ജൈവ സ്ലറി തന്നെ ഒഴിച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചാണകം ഇങ്ങനെ പരന്ന് കിടന്നാൽ വായുസഞ്ചാരം ഉണ്ടാകത്തില്ല. അപ്പം നമ്മൾ മണ്ണൊക്കെ ഇളക്കി കൊടുത്തിട്ട് വേണം ഇച്ചിരി ജൈവ സ്ലറിയൊക്കെ ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ ചുവടൊക്കെ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ചെടികളൊക്കെ നന്നായിട്ട് തഴച്ച് കയറി വരുന്നത്. അപ്പോൾ തന്നെ കോവലൊക്കെ നിങ്ങൾക്ക് നട്ടുപിടിപ്പിക്കും. അതിൻ്റെ കമ്പൊക്കെ കിട്ടുമെന്നുണ്ടെങ്കിൽ കോവലും നട്ടുപിടിപ്പിക്കാൻ പറ്റിയ സമയമാണ്. പിന്നെ നമ്മുടെ ഈ വേനൽക്കാലത്തെ അതിജീവിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ പറമ്പിലൊക്കെ കരിയിലയും പച്ചിലകളും ഒക്കെ കാണുമല്ലോ, അതൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ ഈ ചെടികളുടെയൊക്കെ ചുവട്ടിലിട്ട് കൊടുത്തിട്ട് അത്യാവശ്യം ഓരോ മഗ് വെള്ളം ഒഴിച്ചു കൊടുത്താലും ദിവസം ഒരു വട്ടമെങ്കിലും നനച്ചാൽ മതിയാവും അങ്ങനെ ചെയ്താൽ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആവശ്യമില്ലാതെ നമ്മൾ വലിച്ചെറിഞ്ഞ് കളയുന്നതായ ബോട്ടിലൊക്കെ ഉണ്ടല്ലോ, ആ ബോട്ടിലിനകത്ത് 1-2 സുഷിരങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ വെള്ളം നിറച്ച് അതിൻ്റെ ചുവട്ടിൽ കൊണ്ടുവെക്കാമെന്നുണ്ടെങ്കിലുണ്ടല്ലോ, അപ്പോൾ തുള്ളി തുള്ളിയായിട്ട് നമ്മുടെ ചെടികൾക്ക് വെള്ളം ഇങ്ങനെ വീണുകൊണ്ടേ ഇരിക്കും. അപ്പോൾ അങ്ങനെ ചെറിയ ഓരോ കുഞ്ഞ് ഐഡിയകളൊക്കെ കാണിച്ചുകൊണ്ട് നമ്മൾ പച്ചക്കറി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക, വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കുക. അതുപോലെ തന്നെ എന്നും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചമുളക്, നമുക്ക് അതിന് കാലാവസ്ഥയൊന്നുമില്ല, പയർ, മുളക് ഇതൊക്കെ നമുക്ക് എപ്പം വേണമെങ്കിലും നടാം. അപ്പം നമ്മുടെ വീട്ടിൽ കമ്പോസ്റ്റ്, അതിന് കോഴിവളം, കാലിവളം, അതുപോലെ ആട്ടിൻ കാഷ്ടം ഇതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. വീട്ടിലെ വേസ്റ്റ് നമുക്ക് പൊടിഞ്ഞത് കമ്പോസ്റ്റൊക്കെ പല കമ്പോസ്റ്റുകളെ കുറിച്ച് ഞാൻ കാണിച്ചിട്ടുണ്ട്. കരിയില കമ്പോസ്റ്റ്, കഴിഞ്ഞ ഒരു വീഡിയോ കരിയില കമ്പോസ്റ്റ് ആയിരുന്നു, അത് പൊടിഞ്ഞിട്ട് നമുക്ക് ഈ പച്ചക്കറികൾക്കൊക്കെ ഇട്ട് കൊടുക്കാന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പം ഈ രീതിയിലൊക്കെ നിങ്ങളൊന്ന് കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്ക് വീണതായ ഒരു 10 പച്ചക്കറികൾ എല്ലാവരും നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമാണ് എപ്പോഴും എന്താണ് വെണ്ടയ്ക്ക എന്ന് പറയുന്നത്. അതും നിങ്ങൾ കൂടുതൽ നട്ടില്ലെങ്കിലും ഒരു അത്യാവശ്യം ഒരു 10 മൂടെങ്കിലും നടുകയെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നമുക്ക് വെണ്ടയ്ക്കയും വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾക്ക് ഇതേപോലെയൊക്കെ കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, വിത്തുകൾ, ഗ്രോ ബാഗുകളൊക്കെ കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minislife.com ഒന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിത്തുകളും അതുപോലെ ഗ്രോ ബാഗും ഒക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.